നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. അമിത് എന്ന് പറയുന്ന പ്രൊഫഷണൽ കൊലയാളി കോട്ടയം ഇരട്ട കൊലപാതകത്തിൽ മുഖ്യപ്രതിയായിട്ടുള്ള അമിത് ഒരു പ്രൊഫഷണൽ കൊലയാളിയല്ല എന്നതാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. എന്നാൽ അമിത്തിന്റെ മാത്രം വ്യക്തിവൈരാഗ്യമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ നടന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണങ്ങൾ ഒരുപാടുണ്ട്. ഒന്നാമത്തേത്, ക്യാമറയ്ക്ക് മുന്നിലൂടെ പിടിക്കപ്പെടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അമിത് 2 തവണ പോയിക്കൊണ്ടിരുന്നത് എന്നത് നമ്മൾക്ക് ആ CCTV ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. CCTV ഡ്രൈവ് അടുത്തുള്ള വെള്ളക്കെട്ടിൽ നിക്ഷേപിച്ചതും, സാധാരണ കള്ളവണ്ടി കയറുന്ന രീതിയിലൊക്കെ പോകുന്ന ആൾ റെയിൽവേയിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചതുമെല്ലാം കേസിൽ താൻ പിടിക്കപ്പെടണം എന്നുള്ളതിന്റെ ഒരു ഉദ്ദേശം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതായത് മനഃപൂർവ്വം ഈ കൊലപാതകത്തിൽ തെളിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു രീതി. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഒന്നുകിൽ അയാൾ ഒരു പ്രൊഫഷണൽ കില്ലർ ആണ് എന്നത് തന്നെ. അതല്ല എങ്കിൽ അമിത്തിനെ ബലിയാടാക്കി ചാവേറാക്കി ഇതിന് പിറകിൽ ആശ്വസിച്ചു നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു സംഘം ഉണ്ട് എന്നത്. നിലവിൽ പോലീസിനെ സംബന്ധിച്ച ഇതൊരു കേസ് മാത്രമാണ്. എങ്ങനെയെങ്കിലും കേസ് പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഉദ്ദേശം. കോടതിക്ക് ആവശ്യമുള്ളത് തെളിവുകളാണ്. ആ തെളിവായി കാണിക്കാൻ അമിത് തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്, കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പണം തിരികെ തരാമെന്ന് പറഞ്ഞിട്ടും കേസ് പിൻവലിക്കാത്തതിന്റെ ദേഷ്യവും ഭാര്യയെ പരിചരിക്കാൻ കഴിഞ്ഞില്ല എന്നതൊക്കെയാണ് തനിക്ക് വിജയകുമാറിനോടുണ്ടായ വ്യക്തി വൈരാഗ്യം എന്നതാണ് അമിത്തിന്റെ നിലവിലെത്തിയ മൊഴി. എന്നാൽ ഇതൊക്കെ വിശ്വസിക്കാൻ, അല്ലെങ്കിൽ ഈ വ്യക്തി വൈരാഗ്യത്തിലാണ് അമിത് ഒറ്റയ്ക്ക് ഇത്ര വലിയ സെക്യൂരിറ്റികൾ ഒരു വീട്ടിൽ ഒരു കൊലപാതകം നടത്തിയതെന്ന് വിശ്വസിക്കാൻ അത് പെട്ടെന്ന് സാധിക്കുന്നതല്ല. അമിത് സംഭവം നടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം സത്യമാണ്, അത് വിശ്വസിക്കാം. CCTV ദൃശ്യങ്ങളും അമിത്തിന്റെ സാന്നിധ്യവും ഒക്കെ അത് തെളിയിക്കുന്നുണ്ട്. പക്ഷേ അമിത്തിന്റെ പിറകിൽ ഉണ്ടായിരുന്നവർ എവിടെയാണ് എന്നുള്ള ചോദ്യം ഇപ്പോഴും ശക്തമായി തന്നെ ഉയർന്നു കേൾക്കുകയാണ്. അത് മാത്രമല്ല, സംഭവം നടന്ന സമയത്ത് പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അയാൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴും ആ വീട്ടിൽ നിന്ന് കൊലപാതകം നടന്ന് തിരിച്ചു പോകുമ്പോഴും ഒക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ഒരു തുള്ളി രക്തക്കറ പോലുമില്ല. നമുക്കറിയാം വിജയകുമാറിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും എത്രമാത്രം ക്രൂരമായിട്ടാണ് ഇയാൾ കൊന്നു എന്ന് പറയുന്നതെന്ന്. അവരുടെ മൃതദേഹം ദയനീയമായിട്ടുള്ള രീതിയിലാണ് കണ്ടത്. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഒരു 2 ശവശരീരങ്ങൾ. അത്രമാത്രം വലിയൊരു ക്രൂരമായിട്ടുള്ള കൊലപാതകം നടത്തിയിട്ട് ശരീരത്തിൽ ഒരു തുള്ളി രക്തം പോലും പറ്റിയില്ല എന്ന് പറയുമ്പോൾ അമിത് അവിടെ നോക്കി നിന്നതായിരുന്നു എന്നതൊരു ചോദ്യമുണ്ട്. അപ്പോൾ നോക്കി നിൽക്കുക എന്ന് പറയുമ്പോൾ ഈ കൊല നടത്താൻ മറ്റു പലരും അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് മാത്രമല്ല, അമിത് ഈ വീട്ടിലേക്ക് പോകുന്നത് കൈയും വീശിയാണ്. കൊലപാതകത്തിന് ഡ്രില്ലർ അടക്കം ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. ഈ ഡ്രില്ലറൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നതും ചോദ്യമാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ, അതായത് കോട്ടയം ഇരട്ട കൊലപാതക കേസിൽ അമിത് എന്ന് പറയുന്ന ഒരൊറ്റയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്, അദ്ദേഹത്തിന്റെ വ്യക്തി വൈരാഗ്യം മാത്രമാണ് എന്നത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. കേരളത്തിൽ എത്രയെത്ര കേസുകളാണ് ഇത്തരത്തിൽ തെളിയിക്കാതെ പോകുന്നത്. ആ കൂട്ടത്തിൽ ഒരു കേസായി ഇത് തെളിയിച്ചു എന്ന് പറയാം, എങ്കിലും കൃത്യമായിട്ടുള്ള തെളിവാണോ എന്ന് പറയാൻ പറ്റാത്തൊരു കേസായി മാറും എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന ഇരട്ട കൊലപാതക റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ പ്രതി അമിതിനെ തന്നെയാണ് പോലീസ് കൈവശം വെച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശമാണ് പോലീസിന്റേതെന്ന് പറയുന്നു. പ്രതി അമിതിനെ കുടുക്കിയത് അമിത് ഇൻസ്റ്റഗ്രാം ഭ്രമമാണ് എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. സുഹൃത്തിന്റെ വൈഫൈ അക്കൗണ്ട് ഉപയോഗിച്ച ഇയാൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇയാളെ പോലീസ് പിടിക്കുന്നത്. അമിത് തുറാങ്ങിനെ കോടതിയിൽ ഹാജരാക്കി ഇയാൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള വ്യക്തിയാണ് എന്ന് കണ്ടെത്തി. കൊലപാതക ശേഷവും ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടപെടാനുള്ള ഇയാളുടെ പ്രവണതയാണ് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചതെന്നും, സുഹൃത്തിന്റെ വൈഫൈ ഉപയോഗിച്ച് കൊലപാതകം നടത്തിയ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ഫോണിൽ ഇൻസ്റ്റഗ്രാം ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചതാണ് ഇയാളെ പിടികൂടാൻ കാരണമായതെന്നതും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത്
കാണാതായ മൊബൈൽ ഫോണുകൾ പോലീസ് ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ഫോൺ ഉപയോഗിച്ച് ഇൻസ്റ്റഗ്രാം തുറക്കാൻ അമിത് ശ്രമിക്കുന്നത്. ഇത് പോലീസ് കൃത്യമായി മനസ്സിലാക്കുകയും അവിടെ എത്തി ഇയാളെ പിടികൂടുകയുമായിരുന്നു. CCTV പരിശോധനയിൽ പ്രതി രക്ഷപ്പെട്ടതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള വിവരങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് കൊലപാതക സ്ഥലത്ത് നിന്ന് മോഷ്ടിച്ച ഫോൺ ഇയാൾ ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ടവർ ലൊക്കേഷൻ ലഭിച്ചതിന് തൊട്ടു പിന്നാലെ കോട്ടയത്ത് നിന്നുള്ള പോലീസ് സംഘം തൃശൂരിലേക്ക് എത്തുകയും അവിടെ നിന്ന് പ്രതിയെ പിടികൂടുകയുമാണ് ഉണ്ടായത്. മാള മെല്ലഡൂരിലെ കോഴി ഫാമിന്റെ കെട്ടിടത്തിൽ നിന്നുമാണ് ഈ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇയാളെ ഇവിടെ ആര് സംരക്ഷിച്ചു, അല്ലെങ്കിൽ ഇയാൾക്ക് കൊലപാതകത്തിന് ശേഷം ഒരു ഷെൽട്ടർ ഒരുക്കിയത് ആര് എന്നതൊക്കെ ഒരു ചോദ്യമാണ്. നേരത്തെ ഉണ്ടായ മോഷണ കേസിൽ പ്രതിയെ പണം വാങ്ങി ജാമ്യത്തിന് ഇറക്കിയ വൈക്കം സ്വദേശിയായ 2 യുവതികളെയും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവർക്ക് കേസുമായി ബന്ധമുണ്ടോ എന്നതടക്കം പരിശോധിച്ചു വരികയാണ്. കൊലപാതകം ചെയ്യാൻ 3 ദിവസം കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ പ്രതി താമസിച്ചു എന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. കൊലപാതകത്തിന്റെ അന്ന് രാത്രി 10 മണിക്ക് പ്രതി ഇറങ്ങിപ്പോകുന്നതും പുലർച്ചെ 4:15 മടങ്ങി പോകുന്നതും ലോഡ്ജിന്റെ CCTV ദൃശ്യങ്ങളിൽ വ്യക്തമായിട്ടുണ്ട്. ആയുധത്തിൽ അടക്കമുള്ള വിരൽ അടയാളങ്ങളാണ് പ്രതി അമിത് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഉറപ്പിക്കാനുള്ള കാരണമായി പോലീസ് പറയുന്നത്. വിജയകുമാറിന്റെ മകൻ ഗൗതമിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന CBI സംഘവും കോട്ടയത്തെ അറസ്റ്റിന്റെ വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കൊലപാതകം നടന്ന സ്ഥലത്തും CBI സംഘം എത്തിയിരുന്നു. വിജയകുമാറിനെ മാത്രം ലക്ഷ്യമിട്ടാണ് താൻ ഈ കൊലപാതകം നടത്തിയതെന്നും അമിത് വീട്ടിലെത്തിയതെന്നും, എന്നാൽ വിജയകുമാറിനെ കോടാലി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്ന ശബ്ദം കേട്ട് ഭാര്യ മീര ഓടിയെത്തുകയാണ് ഉണ്ടായതെന്നും ഇവരെ അപ്പോൾ കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്നുമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരം. മൊബൈൽ ഫോൺ മോഷ്ടിച്ചെന്ന വിജയകുമാറിന്റെ പരാതിയിൽ അമിത് നേരത്തെ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മോഷണ കേസിൽ പ്രതിയാക്കിയതാണ് തനിക്ക് വ്യക്തിവൈരാഗ്യം ഉണ്ടായതെന്നാണ് മൊഴിയായി അമിത് പറഞ്ഞിരിക്കുന്നത്. തന്റെ കുടുംബവും ജീവിതവും ഒക്കെ തകർത്തത് വിജയകുമാറാണ് എന്നും മോഷണ കേസിൽ അമിത് അറസ്റ്റിലായപ്പോൾ തന്റെ ഭാര്യ അയാളെ ഉപേക്ഷിച്ചു പോയി എന്നൊക്കെയാണ് മൊഴി. അമിത് ജയിലിലായിരുന്ന കാലത്ത് ഭാര്യയുടെ ഗർഭം അലസിയതും വലിയ രീതിയിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടാക്കാൻ കാരണമായെന്നും തന്റെ കുടുംബജീവിതം തകർത്തത് വിജയകുമാർ ആണ് എന്നും അതാണ് തനിക്ക് കൊലപാതകം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നും പ്രതി മൊഴിയായി പറയുന്നു. എന്നാൽ ഈ ഒരു വ്യക്തിവൈരാഗ്യം കൊണ്ട് ഇത്തരത്തിൽ വലിയ സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടിൽ കയറി ചെന്ന് അയാളെ കൊല ചെയ്യാൻ മാത്രം കെൽപ്പുള്ളവനാണോ അമിത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യമാണ്. കാരണം നമുക്കറിയാം, അമിത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. വിജയകുമാറിന്റെ നേരെ നിൽക്കാൻ പോലും പറ്റാത്ത ഒരുവൻ എന്ന് തന്നെ പറയേണ്ടി വരും. ശക്തിയുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശക്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു 2 ആളുകളെ അതിദാരുണമായി കൊലപ്പെടുത്താനുള്ള കെൽപ്പ് അമിതിനെ കൊണ്ട് മാത്രം കൂട്ടിയാൽ കൂടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയണം. പ്രതി അമിത് ഉറാൻ കൊലപാതകം നടത്തിയ ശേഷം CCTV DVR ഉപേക്ഷിക്കാൻ പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്താൻ പ്രതി അമിത് വീട്ടിലേക്ക് പോകുന്നതും തിരിച്ചു പോയതുമൊക്കെ ഒരേ വഴിയിൽ തന്നെയാണെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രതി കൊലപാതകം ചെയ്ത ശേഷം വീട്ടിൽ നിന്നും ഇറങ്ങി അവിടെ നിന്ന് പ്രദേശത്തുള്ള വീട്ടിൽ സ്ഥാപിച്ച CCTVയിൽ നിന്ന് ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ലഭിക്കുകയായിരുന്നു. പക്ഷെ ഇതൊക്കെ പ്രതി മനഃപൂർവ്വം കേസിൽ താനാണ് പ്രതി എന്ന് കാണിക്കാൻ, അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി ചാവേറാകുന്ന രീതിയിലാണ് നിന്നിരിക്കുന്നത് എന്നതാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി ആളുകൾ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിജയകുമാർ എന്ന് പറയുന്ന വ്യവസായിയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും ചോര വാർന്ന് മരിച്ച നിലയിൽ വീട്ടുജോലിക്കാരി കണ്ടെത്തുന്നത്. ഇരുവരുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകളായിരുന്നു ഉണ്ടായിരുന്നത്. തലയ്ക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു മൃതദേഹങ്ങൾ കിടന്നിരുന്നത്. പ്രതി മനഃപൂർവ്വം ഇവരെ വിവസ്ത്രരാക്കിയതാണ് എന്ന് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ പ്രതി തന്നെ ഇത് ഏറ്റെടുത്തു. താൻ വ്യക്തിവൈരാഗ്യം തീർത്തതാണ്, മരണത്തിന് ശേഷവും അവർ നാണം കെടട്ടെ എന്നതുകൊണ്ടാണ് അവരുടെ വസ്ത്രം മാറ്റിയത് എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. അമ്മിക്കല്ലും കോടാലിയും ഉപയോഗിച്ച് ഇവരുടെ മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു എന്നും അപ്പോൾ തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അമിത് തുറാങ് വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും 3 വർഷം ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമിത്തിന്റെ സഹോദരനും ഈ കേസിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതടക്കമുള്ള അന്വേഷണത്തിലാണ് പോലീസ്. പക്ഷേ അമിത്തിന്റെ ബന്ധുക്കളും മാത്രം ആയിട്ട് ഒതുങ്ങുന്ന ഒരു കേസായിട്ട് ഇതിനെ കാണാൻ സാധിക്കില്ല. കാരണം ഇതിനു മുമ്പ് വലിയ രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഈ വിജയകുമാറിന്റെ വീട്ടിലുണ്ടായത്. വിജയകുമാറിന്റെ മകന്റെ മരണം, ആ ഒരു മരണത്തിൽ ഇപ്പോൾ വിജയകുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് യാതൊരു ഒരുമിച്ചുള്ള അല്ലെങ്കിൽ ഒരു സമാനതകളില്ല എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ പോലും
ഈ ഒരു കൊലപാതകം എടുത്തു നോക്കുമ്പോൾ അത് ഒരു സംഘത്തിന്റെ അല്ലെങ്കിൽ ഒരു മറ്റേതോ ഒരു വ്യക്തിയുടെ ഒരു പ്ലാൻ ആയിട്ടാണ് തോന്നുന്നത്. പല റിപ്പോർട്ടുകൾ, അതായത് ആയുധങ്ങൾ ഈ അമിത് കൊലപാതകം ചെയ്യാൻ ഉപയോഗിച്ചത് മുതൽ CCTV ദൃശ്യങ്ങൾ ഉണ്ട് എന്ന് അറിയുന്ന പ്രദേശത്തുകൂടെ, CCTV ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള പ്രദേശത്തുകൂടെയുള്ള അമിത്തിന്റെ ഈ യാത്ര, അതുപോലെ തന്നെ CCTVയുടെ തെളിവുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ആ പ്രദേശത്ത് തന്നെ അതിന്റെ DVR ഒക്കെ കൊണ്ടിടുന്നു. ഇതൊക്കെ കേസിൽ മനഃപൂർവ്വം പിടിക്കപ്പെടാൻ വേണ്ടി അമിത് കാണിച്ചു കൂട്ടിയ ഒരു നാടകമാണോ എന്നുള്ള ഒരു സംശയമുണ്ട്. അമിത്തിന് ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല. ഭാര്യയും കുഞ്ഞും നഷ്ടമായി. ഇനി ആകെയുള്ളത് മുന്നോട്ട് എങ്ങനെയെങ്കിലും ജീവിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പണം വേണം. ആ ഒരു പണത്തിന് വേണ്ടി താൻ കൊലപാതകയായി മാറിക്കോളാം എന്നുള്ള തീരുമാനത്തിലേക്ക് അമിത് എത്തിയതാണോ എന്നതടക്കമുള്ള സംശയമാണ്. അപ്പോൾ അമിത്തിന് പിറക്കിൽ പ്രവർത്തിച്ചിട്ടിരിക്കുന്ന ആ വലിയൊരു കണ്ണി അതാരാണ് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായി ചോദ്യം ഉയരുന്നത്. സാധാരണഗതിയിൽ പല കേസുകളും കേരളത്തിൽ തെളിയിക്കപ്പെടാതെ പോകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു കേസല്ല ഇത് എന്നത് നമുക്ക് വ്യക്തമാണ്. ഏകദേശം ഒരു തെളിവുകളും കുറ്റവാളി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഒരു ചാവേർ എന്നുള്ള രീതിയിലാണ് അമിത് ഇവിടെ നിൽക്കുന്നതെങ്കിൽ അമിതിന്റെ പിറകിലുള്ള വലിയൊരു സംഘം അല്ലെങ്കിൽ വലിയൊരു വ്യക്തി, അയാൾ ഇപ്പോഴും സുരക്ഷിതനായി നിൽക്കുന്നു എന്നത് ഇവിടെ ശ്രദ്ധേയമാണ്. അയാളിലേക്ക് കേസ് എത്തിയില്ല എങ്കിൽ, അയാളിലേക്ക് തെളിവ് എത്തിയിട്ടില്ല എങ്കിൽ ഇനി ഈ പറയുന്നത് പോലെ മറ്റു പല കൊലപാതക കഥകളും നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അമിത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ കേസ് എന്നത് കൃത്യമായി മനസ്സിലാക്കി പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകളോടെ തന്നെ ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരുടെ ആ ഒരു മുഖം പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ്.